ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കലയുടെ പുതിയ കൗതുകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് ഇൻട്രോ പറയുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ മറ്റൊരു ചാനൽ, പച്ചക്കലയുടെ ഒരു സഹോദര ചാനൽ പോലെ മറ്റൊരു ചാനൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അത് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ രണ്ട് മക്കളാണ്, നവീന, അനീന. അവരുടെ ചാനലിൻ്റെ പേര് ക്രാഫ്റ്റി എന്നാണ്. ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കല നിങ്ങളൊക്കെ കാണാൻ, സപ്പോർട്ട് ചെയ്യാൻ, വിജയിപ്പിക്കാൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ തീർച്ചയായും നിങ്ങൾ അവരുടെ ചാനൽ കാണണം, അവരെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി പിന്തുണയ്ക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ഇനി നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കാം. ഈ പുതിയ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും കൈകാര്യം ചെയ്യാവുന്ന, എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു മിനി പെഞ്ചിങ് ആണ്. ഞാനൊരു പെഞ്ചിങ്ങിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഹെവിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അതിന് വ്യൂവേഴ്സ് കുറച്ച് കുറവായിരുന്നു. കുറേ കൂടി സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന വിധത്തിൽ അതൊന്ന് അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു റീക്രിയേഷനാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ മിനി പെഞ്ചിങ് അല്ലെങ്കിൽ മിനിയേച്ചർ പെഞ്ചിങ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടത് നമുക്കൊരു പ്ലേറ്റാണ്. ഇതുപോലെ ഈ പ്ലേറ്റ് സെറാമിക്കോ ഫൈബറോ പ്ലാസ്റ്റിക്കോ എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു പ്ലേറ്റ്, അത് വൈറ്റ് കളറായാൽ കുറച്ച് നല്ലത്, പിന്നെയൊക്കെ നിങ്ങളുടെ ചോയ്സ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പാറക്കഷ്ണങ്ങളാണ് വേണ്ടത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാറക്കഷ്ണങ്ങൾ നമുക്ക് നഴ്സറികളിൽ കിട്ടും, അല്ലെങ്കിൽ നഴ്സറി സംബന്ധമായ സാമഗ്രികൾ വിൽക്കുന്ന കടകളിൽ നമുക്കത് സുലഭമായിട്ട് കിട്ടും. ഇപ്പോൾ വരുന്നുണ്ട്. വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറമ്പിൽ നിന്ന് പറക്കിയെടുക്കുന്ന പാറക്കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇച്ചിരി വെയിറ്റ് കൂടാനാണ് സാധ്യത. അത് ഒട്ടിച്ചെടുക്കണം നമുക്ക്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള പാറക്കഷ്ണങ്ങൾ നാച്ചുറലല്ല, അത് ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത പാറക്കഷ്ണങ്ങളാണ്. ഈ പാറക്കഷ്ണങ്ങൾ ഇനി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ ഈസിയാണത്. എൻ്റെ പെഞ്ചിങ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അത് കണ്ടാൽ നിങ്ങൾക്ക് ഈ പാറക്കഷ്ണങ്ങൾ ഈസിയായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലാവും. എല്ലാം കൂടെ നമുക്ക് ചേർത്ത് വെച്ച് നല്ല ഗമ്മ് വെച്ച് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഗമ്മ് വെച്ച് ഒട്ടിക്കുക, അതല്ലെങ്കിൽ സിമൻറ്റ് നമുക്ക് ഗ്രൗട്ട് പോലെ കുറുക്കിയെടുത്തിട്ട് അത് വെച്ച് ഒട്ടിക്കാം. എന്നിട്ട് നമുക്കൊരു വലിയൊരു കൂറ്റൻ പാറ പൊങ്ങി നിൽക്കുന്ന ഒരു രൂപത്തിൽ ആക്കി എടുക്കുകയാണ് അതിനെ വേണ്ടത്. അതിന് നമ്മളിങ്ങനെയുള്ള ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാറക്കഷ്ണങ്ങൾ പല ആകൃതിയിലുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചേർത്ത് വയ്ക്കുക. നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിനകത്ത് പ്രത്യേകിച്ച് ഷേപ്പില്ലാത്ത കഷ്ണങ്ങളായതുകൊണ്ട് അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു പോക്കറ്റ് രൂപപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ പർപ്പസ്ലി അങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം. കാരണം അതിനകത്ത് നമുക്ക് നമ്മുടെ ഗാർഡൻ സോയിലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് ചെടികളൊക്കെ വരും. അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നത്. രണ്ട് പീസ് നമ്മൾ ചേർത്ത് വെച്ച് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ സുഷിരങ്ങളുണ്ടാവും. ആ സുഷിരത്തിലെ കൂടെ നമ്മുടെ ഗമ്മ് ചോർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും രണ്ട് പീസ് നന്നായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ടിഷ്യൂ പേപ്പർ അതിനകത്തേക്ക് ആ ഗ്യാപ്പുകളിലേക്ക് ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ കുത്തിക്കയറ്റി ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടിഷ്യൂ പേപ്പർ നമ്മൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഇനി ഗമ്മ് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഈ ഗമ്മ് ഞാൻ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ക്വിക്ക് എന്ന് പറയുന്ന 40 രൂപയ്ക്ക് കിട്ടുന്ന ഗമ്മാണ്. അത് ആ ഗ്യാപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സഡനായിട്ട് ഒട്ടുമെന്നുള്ളതാണ് ഈ ഒരു ഗമ്മിൻ്റെ പ്രത്യേകത. അതല്ലെങ്കിൽ നമ്മൾ സിമെൻറ്റ് വെച്ച് ഒട്ടിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുക, സെറ്റ് ആവാനായിട്ട് ഒരു ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗമ്മ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറമൊട്ടിച്ച് കഴിഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഉൾവശം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ടിഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ഉള്ളി തള്ളിയകത്തേക്ക് കയറ്റി വീണ്ടും നമ്മളവിടെ കുറച്ച് ടിഷ്യൂ ഒക്കെ വെച്ച് ഒന്നും കൂടി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് ഒട്ടും. അങ്ങനെ നമ്മൾ മേൽക്കുമേൽ നമ്മുടെ കയ്യിലുള്ള പാറക്കഷ്ണങ്ങൾ ഒട്ടിച്ച് വെച്ച് നല്ലൊരു രൂപഭംഗി ഉണ്ടാക്കിയെടുക്കുക.
നമുക്ക് ഡെസർട്ടിലും അതുപോലെ തന്നെ കാട്ടിലും അതുപോലെ കടലോരത്തും ഒക്കെ കാണുന്ന ചില ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളുടെ രൂപമാണ് മനസ്സിൽ വേണ്ടത്. ഏകദേശം അങ്ങനെ നിൽക്കുന്ന പാറക്കെട്ടുകളുടെ ഗ്യാപ്പിൽ നിന്നൊക്കെ ചെടികളും കൊച്ചു മരങ്ങളൊക്കെ മുളച്ച് പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കൊച്ചു പീസുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല പല മാതിരി നമ്മൾ പല ആകൃതിയിൽ വെച്ച് നോക്കുക. അപ്പോൾ സീറ്റിംഗ് ആകുന്ന ഭാഗത്ത് വെച്ചൊട്ടിക്കുന്നതായിരിക്കും കുറേം കൂടെ നമുക്ക് സൗകര്യപ്രദവും അത് അവിടെ നിൽക്കാൻ എളുപ്പവും. അപ്പോൾ അത് നമ്മൾ ചാച്ചും ചെരിച്ചൊക്കെ വെച്ച് നോക്കിയിട്ട് നല്ല സീറ്റിംഗ് കിട്ടുന്ന ആ പൊസിഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഉയരത്തിലേക്ക് ഒട്ടിച്ച് കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ ഇതൊരു ഒരടി കഷ്ടിയേ ഉള്ളൂ. നമ്മൾ ഞാനിപ്പോൾ കാണിച്ച പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇത്രയും ഉയരം മതി. ഏകദേശം ഒരു അടി വിടുത്ത് വരുന്ന പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അത്ര തന്നെ ഉയരം മതി. അല്ലാതെ നമ്മൾ ഒരുപാട് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു അഭംഗിയായിരിക്കും. പിന്നെ നമ്മളതൊന്ന് നനച്ച് കൊടുക്കുക. മൊത്തത്തിൽ നനച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു സിമൻറ്റ് എൻ്റെ ഒരു ഗ്രൗട്ടിൽ മുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകിൽ മുക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ ഗ്യാപ്പൊക്കെ ഒന്നുകൂടെ സിമൻറ്റിൻ്റെ ഗ്രൗട്ട് ഒഴിച്ച് നന്നായിട്ട് ബലപ്പെടുത്തുക. നമ്മളൊരു അല്പം സിമൻറ്റും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഗ്രൗട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് ചെറിയൊരു കരണ്ടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഈ പാറക്കെട്ടുകളുടെ ജോയിൻസിൽ നമുക്കൊന്നും കൂടെ കുറേശ്ശെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ബലപ്പെട്ട് സെറ്റായി വരുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയി മാറും. ഇപ്പോൾ ആ ഒരു പാറക്കെട്ട് കാണാൻ നമുക്ക് നല്ലൊരു ആകൃതിയും പ്രകൃതിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഗാംഭീര്യമുണ്ട് അതിന്. അതുപോലെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരു രൂപം സൃഷ്ടിച്ചെടുക്കുക, അതാണ് വേണ്ടത്. ഞാൻ ഈ ഫില്ല് ചെയ്യുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയൊക്കെ അടർന്ന് പോരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഗ്രൗട്ട് കൂടി ഇട്ടാൽ അത് നന്നായിട്ട് ഉറച്ച് കിട്ടും. എന്നിട്ട് വീണ്ടും ഒരു ഗ്രൗട്ടിങ് കോട്ട് ഫുള്ളായിട്ട് കൊടുത്ത് മുക്കിയെടുക്കുകയാണെങ്കിൽ കുറേം കൂടെ നല്ലത്. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ജോയിൻ്റ് ഇങ്ങനെ അടച്ചെടുത്താലും മതി. ഇപ്പോൾ നമുക്കൊരു ഉഗ്രൻ പാറക്കെട്ട് നമ്മുടെ കൈ കിട്ടി. അത് ഇനി നമുക്ക് പെയിൻ്റ് അടിച്ച് എടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിന് താല്പര്യമുള്ള ഒരു കരിമ്പാറക്കെട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറുള്ളോ അല്ലെങ്കിൽ ഈ സിമെൻറ്റിൻ്റെ കളർ തന്നെ നിലനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷെയ്ഡുകൾ ഏതെങ്കിലുമൊക്കെ കൊടുത്തിട്ടോ, ധാരാളം പാറകളുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു കളറ് പാറയ്ക്ക് കൊടുക്കുക. ഞാനിവിടെ ഒരു 3-4 കളർ എടുത്തിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്തിട്ടൊരു മിക്സിങ് കളറാണ് കൊടുക്കുന്നത്. ഒരു ചെങ്കല്ല് കളറുള്ള ഒരു പാറയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഷെയ്ഡുകളും ലൈറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ 3-4 കളർ എടുത്തിട്ടുള്ളത്. റെഡ്, ബ്രൗണ്, യെല്ലോ, വൈറ്റ്, ഓറഞ്ച്, ഇങ്ങനെ 3-4 കളർ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ തരം പോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയാനേ ഇപ്പോൾ കഴിയുള്ളൂ. നിങ്ങളുടെയൊക്കെ ഭാവന അനുസരിച്ച് നിങ്ങൾക്ക് കളറുകൾ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ പാറക്കെട്ട് ഭംഗിയായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. മനോഹരമായിട്ടുള്ളൊരു പാറക്കെട്ടാണിപ്പോൾ നിങ്ങളീ കാണുന്നത്. ഇതുപോലെ നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ശ്രദ്ധിച്ചാൽ. ഇത് അത്ര വലിയ പണിയൊന്നുമില്ല. ഇത് നമുക്ക് ഈ പാറക്കെട്ടിനകത്ത് ഇനി ചെടി വെക്കുകയാണ് വേണ്ടത്. ചെടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ ചെടി വയ്ക്കുക എന്നുള്ളതിനേക്കാൾ കുറേം കൂടി മനോഹാരിതയും ഭംഗിയും സ്വാഭാവികതയും തോന്നാൻ നമ്മൾ ചെറിയ ബോൺസായി പോലുള്ള ചെടികൾ വയ്ക്കുകയായിരിക്കും നല്ലത്. എല്ലാവരുടെയും ബോൺസായി ഉണ്ടാകണമെന്നില്ല. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ നന്ദ്യാർ വട്ടത്തിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് വരുന്നുണ്ട്. നിറയെ വെള്ളപ്പൂക്കളുണ്ടായി നിൽക്കുന്ന ബോർഡർ ലൈനായിട്ടൊക്കെ നമുക്ക് ഗാർഡനിൽ വയ്ക്കുന്ന അതിൻ്റെ ഒരു തൈയാണ്. അത് ഓൾറെഡി എനിക്ക് കിട്ടിയപ്പോൾ അത് ഏകദേശം ഒരു എന്താ പറയുക, ഞാൻ കുറച്ച് കാലമായിട്ട് അത് വളർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ബോൺസായി സ്റ്റൈലിലാണ് അതിൻ്റെ റൂട്ടൊക്കെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വെച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് കാണാം. പിന്നെ അധികം റൂട്ട്സ് ഉള്ളതൊക്കെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കളഞ്ഞ് ഒന്ന് ട്രിം ചെയ്ത് നമ്മൾ ആ പാറയുടെ പോക്കറ്റിലേക്ക് വളരെ കൃത്യമായിട്ട് ഞെരക്കി കയറ്റി നട്ടുപിടിപ്പിക്കാവുന്ന തരത്തിൽ നമ്മളതിൻ്റെ വേരൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആ പാറയുടെ പോക്കറ്റിൽ നമ്മുടെ ഗാർഡൻ മിക്സർ കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗാർഡൻ മിക്സർ ഇട്ടിട്ട് വേണം ചെടി വയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ പാറക്കെട്ട് മൊത്തത്തിൽ നമ്മുടെ പ്ലേറ്റിൽ ഫിക്സ് ചെയ്യാണ് വേണ്ടത്. ആ പ്ലേറ്റിൻ്റെ നടുവിലായിട്ടോ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടോ അത് ഫിക്സ് ചെയ്യാനായിട്ട് സാധാരണ നമ്മുടെ സിമെൻറ്റും മണലൊക്കെ ചേർത്തിട്ടുള്ള മിശ്രിതം ഉപയോഗിച്ച് നമുക്ക് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് അത് സെറ്റായിക്കോളും. അതല്ലെങ്കിൽ നമുക്ക് എറാൾഡൈറ്റ് മാതിരിയുള്ള ഗമ്മോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉപയോഗിച്ച ഫ്ലക്സ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗമ്മൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലേറ്റിൽ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്യാം.
ഇപ്പോൾ ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഇതൊക്കെ വീണ്ടും അഴിച്ച് വേറെ പല പണികൾക്കും ഉപകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ പെർമനൻ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കല്ല ഇത്. അതുകൊണ്ട് ഞാൻ ആ പ്ലേറ്റിനകത്ത് ഇത് ഉറപ്പിച്ച് വയ്ക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കത് സ്ഥിരമായിട്ടൊരു കലാവസ്തുവായി മാറുമ്പോൾ അത് ഒട്ടിച്ച് അതിൽ ചേർത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ അത് മറിഞ്ഞു വീഴേ അതിനൊക്കെ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ അതിൽ ഒട്ടിച്ച് വയ്ക്കുക. നമ്മുടെ മരം നമ്മളതിനകത്ത് നടുകയാണ്. അതൊരു വലിയ മരമാണെന്ന് തോന്നുന്ന പ്രതീതി ഉണ്ടാക്കുന്ന മരങ്ങളായിരിക്കും വയ്ക്കുക നല്ലതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അത് കിട്ടാൻ അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തവർക്ക് നമുക്ക് എന്തെങ്കിലും അതിനകത്തേക്ക് ഒരു ചെറിയ ചെടി വയ്ക്കുകയോ ചെറിയ പുല്ല് വർഗത്തിൽപ്പെട്ട ചെടികൾ വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ കലയുടെയും ഒരു പ്രതിഭ അനുസരിച്ചാണ് അതിൻ്റെ ഭംഗി ഏറെയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പാറക്കെട്ടിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് മോസ് പിടിപ്പിച്ചെടുക്കണം പായൽ. അത് നമുക്ക് മൺസൂൺ സീസണിലെ സുലഭമായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് എൻ്റെ കയ്യിൽ അത് കിട്ടാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മോസാണ്. ചൈനയുടെ ആർട്ടിഫിഷ്യൽ മോസാണിത്. ആർട്ടിഫിഷ്യൽ മോസ് വയ്ക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല, പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ മഴക്കാലത്ത് നമുക്കത് കിട്ടുള്ളൂ. നമ്മളെ പാറയുടെ മുകളിൽ വെച്ച മരത്തിൻ്റെ ചുറ്റും കുറച്ച് മണ്ണ് കാണുന്നുണ്ട്. അവിടെയും അതുപോലെ തന്നെ പാറയുടെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് ഈ മോസ് വെച്ച് പിടിപ്പിക്കാം. അത് പാറയമായി ആർട്ടിഫിഷ്യൽ മോസ് ആയതുകൊണ്ട് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനൊരല്പം ഗം ഉപയോഗിച്ചിട്ടാണ് അത് വയ്ക്കുന്നത്. ഇനി നമ്മുടെ പാറയ്ക്ക് ചുറ്റും പ്ലേറ്റിൽ ഒരു ചെറിയ ലാൻഡ്സ്കേപ്പ് രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഗാർഡൻ സോയിൽ ആ പാറയ്ക്ക് ചുറ്റും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അമർത്തി ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ പായൽ അതിൻ്റെ മുകളിൽ പിടിപ്പിക്കുക. അത് നാച്ചുറൽ പായലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ പതുക്കെ അടർത്തി എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ പതിച്ച് വെച്ചാൽ മതി, അവിടെ ഇരുന്നോളും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അത് ഒരു സ്പ്രേ കുപ്പി ഉപയോഗിച്ച് ആ മരത്തിൻ്റെ കടക്കിലൊക്കെ നനയ്ക്കണം. അതോടുകൂടി പായൽ നനയ്ക്കണം. എന്നാലേ അത് ദീർഘകാലം നമുക്കിത് നാച്ചുറലായിട്ട് തന്നെ ഇരുന്നോളും. നല്ലൊരു പാറക്കെട്ട്, അതുമേ ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു മരം, ഇത്തരം സീനുകൾ നമ്മൾ കാട്ടിലൊക്കെ കാണുന്നത് അതേ സംഭവം നമ്മൾ വളരെ മിനിയേച്ചറായിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ ഒതുക്കി നമുക്ക് വീട്ടിലൊരു ഹോം ഡെക്കറായി വയ്ക്കാവുന്ന തരത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സോയിലൊക്കെ ഇട്ട് നമ്മൾ ഇനി ഇപ്പോൾ മോസ് അതിൻ്റെ അടിയിൽ പിടിപ്പിക്കുകയാണ്. ഇനി മോസ് പിടിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെബിൾസ് ഇടാൻ വേണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് നല്ല ഡെസർട്ട് സാൻഡ് ഇടാം, അല്ലെങ്കിൽ അക്വേറിയം സാൻഡ്, നല്ല വൈറ്റ് പഞ്ചാര മണൽ പോലുള്ള അങ്ങനെയുള്ള മണൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിരത്തി വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഭംഗിയും ഭാവനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ 2-3 കൊച്ചു പാറ കഷ്ണങ്ങളും കൂടെ ചേർത്ത് അതിൻ്റെ കടയ്ക്ക് വെച്ചിട്ടാണ് അലങ്കരിച്ച് ഭംഗിയാക്കി എടുക്കുന്നത്. ഒരു സ്പ്രേ കുപ്പി ഉപയോഗിച്ച് നമുക്കിനി ഇത് നനയ്ക്കാം. സ്ഥിരമായിട്ട് നമ്മൾ നനയ്ക്കുകയും ശുശ്രൂഷിക്കുകയും നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദീർഘകാലം ഇതിങ്ങനെ ഇരിക്കും. നല്ലൊരു കാലാവസ്ഥയായിട്ട് നമുക്ക് എവിടേക്കെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കാം. ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാം, അകത്ത് വയ്ക്കാം. ഇടയ്ക്ക് സൂര്യപ്രകാശം കൊള്ളിക്കാൻ പുറത്തേക്ക് വയ്ക്കണമെന്നേ ഉള്ളൂ. അതല്ല ഗാർഡൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നമുക്ക് സ്ഥാപിക്കാം. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന വിധത്തിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കലാവസ്തു ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മിനി പെഞ്ചിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിന് ഒരുപാട് സാധന സാമഗ്രികളൊന്നും ആവശ്യമില്ല എന്ന് മനസ്സിലായല്ലോ. ഇത് വീട്ടിൽ നിങ്ങൾക്ക് ഹോം ഡെക്കറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ല ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കലയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് ഈ അവസരത്തിൽ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു നല്ല കൗതുകവുമായി അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.